ഒരിക്കൽ ശനിയാഴ്ച കോട്ടക്കൽ ചന്തക്ക് ഞാൻ ചെന്നപ്പോൾ പാപ്പാനെ കാണാൻ പോയി. അപ്പോൾ അവിടെ ഉസ്താദുണ്ട്. അങ്ങനെയാണത്. ഹൈദർസ് മുസ്ലിയാർ എന്നാണ് ഈ ഉസ്താദിൻ്റെ പേര്. ഇവിടെ അടുത്ത് തന്നെയാണ്, വാളക്കുളത്താണ് എന്നൊക്കെ. എടക്കുളത്തെ ഈ ദർസിലൂടെയുള്ള ബന്ധം ഉസ്താദുമായി തുടങ്ങി. അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങൾ വരെ അത് ശക്തമായി പിന്തുടരാൻ സാധിച്ചു. അതിന് ഉസ്താദ് അവരുടെ പ്രിയപുത്രി ഉമ്മു സലമയെ വിവാഹം ചെയ്തു എന്നത് ശക്തമായ ഒരു നിമിത്തവും ഒരു ഹേതുകവും ഒരു ബാന്ധവവുമായി. ഈ പ്രപ്പോസൽ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ CK എന്ന സി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമസ്തയുടെ മുഖപത്രം എന്ന പേരിൽ നേരത്തെ ആദ്യം അറിയപ്പെട്ടിരുന്ന സുന്നി ടൈംസ്, 64 സുന്നി ടൈംസ് എന്ന് പേര് വെക്കപ്പെട്ടപ്പോൾ ചില ആളുകൾക്ക് ആ ടൈംസിൻ്റെ മാന മനസ്സിലായിട്ട് ഇങ്ങനെ പരിഹാസാത്മകമായി പ്രതികരിച്ചിരുന്നു. അന്ന് എടക്കുളത്തെ ദർസിൽ ചെന്ന് 2 മാസമായപ്പോൾ ആഗസ്റ്റ് 15 വന്നു. അപ്പോൾ ആഗസ്റ്റ് 15 കൂടി ഒരു കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ അന്നത്തെ എഡിറ്റോറിയൽ രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയമായിരുന്നു. അപ്പം അങ്ങനെ എഴുതാൻ വായിക്കാനൊക്കെ ഉള്ള അഭിരുചി കണ്ടപ്പോൾ താലിമ്യങ്ങളൊക്കെ സാധാരണ പള്ളിൻ്റെ മുകളിലുള്ള ജീവിക്കുക. ഈ എടക്കുളത്തെ പള്ളിയുടെ ഈ ചെരിവ് അതിൻ്റെ സൈഡിലുള്ള ഭാഗം, അത് കഴിഞ്ഞ പടിഞ്ഞാറ് ഭാഗത്തും ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്, അവിടെയും ചെരുവ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു മേശ കസേലൊക്കെ ഏർപ്പാട് ചെയ്ത് തന്ന, നീ ഇവിടെ ഇരുന്ന് എഴുതിക്കോ വായിച്ചോ എന്നൊക്കെ പറഞ്ഞ ഉസ്താദ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. അപ്പോൾ ഈ കയ്യെഴുത്ത് മാസമൊക്കെ എഴുതലൊന്നും ഞാൻ തന്നെയാണ്. കാരണം അവിടെ ആ വിഷയം അങ്ങനെ പരിചയമുള്ള ആൾക്കാരൊന്നും ഇല്ല. ലേഖനങ്ങളും ചിലപ്പോൾ പല പേരും വെച്ച് നമ്മൾ തന്നെ എഴുതും, ഒന്നിലധികം ലേഖനങ്ങൾ. അങ്ങനെ അന്ന് നമ്മളെ ദാറുൽ ഹുദയിലെ ആദ്യത്തെ 10 വർഷം ഉസ്താദായിരുന്ന വളവന്നൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അന്ന് അവിടെ വിദ്യാർത്ഥിയാണ്. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അൽഹംദുലില്ലാഹ് ഈ പ്രസംഗ പരിശീലനം, ഈ കയ്യെഴുത്ത് മാസിക, ഇതിലൂടെയൊക്കെ അവരുടെയൊക്കെ വ്യക്തിത്വ വികസനത്തിനും വളർച്ചയ്ക്കും നിമിത്തമായി ഹേതുകമായിട്ടുണ്ട്. ഉസ്താദിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അതിലുണ്ടായിരുന്നുണ്ട്. അതുപോലെ ഉസ്താദ് എനിക്ക് ജാമിഅ നൂരിയയിലേക്ക് പോകാൻ ഒരു കിതാബ് തീർക്കേണ്ടതുണ്ടായിരുന്നു, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഉസ്താദ് ഒരു സ്ഥലത്ത് കണ്ണൂരിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് വയതിന് പോയിരുന്നു. 3-4 ദിവസത്തെ വേദ. അന്ന് 4 ദിവസത്തെ വേദ കണ്ണൂരോ കാസർഗോഡോ പോയി പറയാമെന്നാണ് 4 ദിവസം അവിടെ താമസിക്കുക എന്നുള്ളതാണ് രീതി. ഇന്നത്തെ മാതിരി വണ്ടി പോയി വണ്ടിയിൽ തിരിച്ചു വരുന്ന രീതിയില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നമുക്ക് 4 ദിവസം ഉണ്ടല്ലോ, അവിടുന്ന് കിതാബ് കുറച്ച് തീർക്കുക എന്ന് പറഞ്ഞ് എന്നെ കൂട്ടി കൊണ്ടുപോയി അവിടുന്ന് ദിവസം ക്ലാസ് നടത്തി തന്നു. ആ കിതാബ് തീർക്കണമെങ്കിൽ ജാമ്യയിലെ മുത്തവ്വലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പല ജാതി സൗകര്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് പിൻബലങ്ങളൊക്കെ ഉണ്ടായി. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ജീവിത വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കൃതജ്ഞതാപൂർവ്വം ഇവിടെ അനുസ്മരിക്കാം. നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ, വളർച്ചയിൽ പിൽക്കാലത്തും ഉസ്താദിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പിൻബലങ്ങളുണ്ടായി. ഈ ചേളാരിയിൽ പോയി ഇന്നെ കാണിച്ചു കൊടുക്കാൻ മറ്റേ സി കുഞ്ഞുമാമൊരു സന്നദ്ധനായി എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലും ഉസ്താദിൻ്റെ ഒരു സൂചന ഉണ്ടോയെന്ന് ഞാൻ ബലമായി സംശയിക്കുകയാണ്. കാരണം അല്ലാതെ മൂപ്പര് ഇവിടുന്ന് നമ്മളെ ബസ് ചാർജൊക്കെ എടുത്തോടെ കൊണ്ടുപോയി ഉസ്മാൻ സാഹിബായിട്ടാണ് ആദ്യം കാണിച്ചു തന്നത്. പിന്നെ സമസ്തയുടെ പഴയ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥലമൊക്കെ കാണിച്ചു തന്ന് അവിടെ നടക്കുന്ന ബോർഡിംഗ് മദ്രസ സംവിധാനം അന്ന് അവിടെ ഉണ്ട്, അതൊക്കെ മൂപ്പര് പരിചയപ്പെടുത്തി തന്നു. ആ ബന്ധം ഞങ്ങൾ മൂപ്പരുടെ മരണം വരെ വളരെ സന്തോഷപൂർവ്വം ബന്ധം പുതുക്കാറുണ്ടായിരുന്നു, ബന്ധപ്പെടാറുണ്ടായിരുന്നു. അതേപോലെ ഭൗതികമായ ഒരു കാഴ്ചപ്പാട് പുതിയ കാലത്തേക്കുള്ള മതപണ്ഡിതന്മാർക്ക് ഉണ്ടാകണം എന്ന ഒരു കാഴ്ചപ്പാടും ഉസ്താദുകൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ സമൂഹത്തോടുള്ള ഇടപഴക്കം, തായുഷ്, അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അല്ലെങ്കിൽ ഘടകമാണ് ഈ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടി നടത്തിയിരുന്ന ദർസ്. ഞാവും ചെറുപ്പമൊന്നും അറിയില്ല, അവർ മീസാനും ദഞ്ചാനൊന്നും പഠിച്ചിട്ടില്ല, ഞാവും അറിയില്ല. അങ്ങനെയാണെങ്കിലും ഒരു കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മതപഠനം എന്നൊരു സംവിധാനം, അതിൽ ഈ ചെറുപ്പക്കാരൊക്കെ വളരെ താല്പര്യവും ആകൃഷ്ടരുമായിരുന്നു. ഒരു മുദരീസും അങ്ങനെ ആ കാലത്ത് ചെയ്തിരുന്നതായി നമ്മളറിവിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, സംവിധാനങ്ങളൊക്കെ ഉസ്താദ് അവറുകൾ ദർസിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലൂടെ പ്രയോഗവൽക്കരിക്കപ്പെടാൻ വേണ്ടി സംവിധാനിച്ചിരുന്നു, അതിൽ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് ദാറുൽ ഹുദയുടെ മുൻപിലും ഉസ്താദുണ്ടായി, വളവന്നൂർ ബാഫഖി യതീംഖാൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിലും ഉസ്താദുണ്ടായി. അതുപോലെയുള്ള മറ്റ് ആനുകാലിക സംഭവങ്ങളുടെ മുമ്പിലൊക്കെ ഉസ്താദിൻ്റെ സാന്നിധ്യം നമുക്ക് ദൃശ്യമാവുന്നത് ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അള്ളാഹു മഹാനവറുകളുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യുകയും പാരത്രികമായ ഉന്നതമായ പദവികൾ നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. എടക്കുളത്തെ ഈ ദർസിലൂടെയുള്ള ബന്ധം ഉസ്താദുമായി തുടങ്ങി. അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങൾ വരെ അത് ശക്തമായി പിന്തുടരാൻ സാധിച്ചു. അതിന്
ഉസ്താദ് അവരുടെ പ്രിയപുത്രി ഉമ്മു സലമയെ വിവാഹം ചെയ്തു എന്നത് ശക്തമായ ഒരു നിമിത്തവും ഒരു ഹേതുകവും ഒരു ബാന്ധവവുമായി. അങ്ങനെയാണ് ആ ബന്ധം നിലനിന്നത്. ഈ പ്രപ്പോസൽ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ CK എന്ന കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദിന് താല്പര്യം മനസ്സിലുണ്ടായിരുന്നോ ഇല്ലയെന്ന് അറിയില്ല. എൻ്റെ ജാമ്യ പഠനം കഴിഞ്ഞപ്പോഴേക്ക് വിവാഹ തീരുമാനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരുന്നു. നിങ്ങളൊക്കെ വിവാഹം കഴിക്കുമ്പോൾ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല. അവർ നിശ്ചയിച്ച പെണ്ണിനെ ഞാൻ സ്വീകരിച്ചു എന്നാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ CK എന്ന് പറയുന്ന കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരും ഇവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. പലപ്പോഴും ബന്ധപ്പെടുകയും കൂടെ യാത്ര ചെയ്യുകയും ഇടക്കൊടുത്ത് അദ്ദേഹം വരും. അല്ലെങ്കിൽ ജാമ്യയിലായിരുന്ന കാലത്ത് ജാമ്യയിൽ അദ്ദേഹം സംഘടനാ കാര്യങ്ങൾക്ക് വരും. അതിന് ശേഷവും അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു നവ്യമായ ഒരു അസാധാരണമായ സ്നേഹബന്ധമായിരുന്നു. അതേസമയം കോയട്ട് മുസ്ലിയാർ അഞ്ചനാണെന്ന് അറിയാം. ഉസ്താദുമായിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാൻ അന്നൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വിവാഹം തീരുമാനിച്ച് കഴിഞ്ഞ ഉടനെ എനിക്കൊരു നിർദ്ദേശം കിട്ടി. ഉസ്താദിൻ്റെ വാപ്പ കോട്ടക്കൽ പാലപ്പുറ പള്ളിയിലാണ്. അവിടെ ഖത്തീബും മുദരിസൊക്കെ ആയിട്ട് വർഷങ്ങളായി സേവനം ചെയ്ത് വരികയാണ്. ശ്രീരംഗൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന പേര്. അപ്പോൾ മൂപ്പരുടെ കൺഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് എന്നെ അങ്ങോട്ട് മൊബൈൽസാക്കപ്പെടുന്നതിൻ്റെ താല്പര്യം നിക്കാഹിൻ്റെ മുമ്പേ. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പോയി. പാലപ്പുറ അവിടെ ഒരു സിയാറത്തിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി ഉസ്താദിൻ്റെ വാപ്പയല്ലോ കാണാമെന്നൊക്കെ കരുതി പോയി. ഇത് ഈ കൺഫർമേഷനുള്ള നിയോഗമാണെന്ന് അപ്പം എനിക്കറിയില്ല. അങ്ങനെ അവിടെ ചെന്ന് മൂപ്പരെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഇടക്കൊടുത്ത് ഓതുന്ന ആളാണ്, സൂര്യാട്ടാണ്, തേനോലിയുടെ പേരക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ മൂപ്പർക്ക് നേരത്തെ അറിയാം. അങ്ങനെ മൂപ്പര് വളരെ സന്തോഷം പറഞ്ഞ് മൂപ്പര് പിന്നെ അവസാനം പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് കുട്ടി അറിഞ്ഞിട്ടുണ്ടാവും. കല്യാണം എന്ന് പറഞ്ഞാൽ മരിച്ചു പിരിയാൻ വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഒരു അക്താണ്, ഒരു ഇടപാടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കല്യാണം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് തന്നെ ദ്വാരക്കൊക്കെ ചെയ്ത് ഇപ്പോൾ 50 കൊല്ലം പിന്നിട്ടിട്ടുണ്ടാവും ഞങ്ങളെ ദാമ്പത്യത്തിന്. 1974 1394 ഷവ്വാലിലാണ്. അപ്പോൾ 52 കൊല്ലമായി ഹിജ്റ കണക്കനുസരിച്ച്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഓള് തെറ്റിപ്പോയിട്ടില്ല, ഞാൻ ഓളെ തച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാ. പിന്നെ വേറെ നിങ്ങളൊക്കെ കേട്ടാൽ ചിലപ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും. എൻ്റെ പെണ്ണുങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. മലയാള അക്ഷരമാലൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത്യാവശ്യമൊക്കെ വായിക്കും. അതേസമയം സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ അവർ ളുഹാ നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, റവാത്തിബുകളൊക്കെ നിസ്കരിക്കും. കുറേ എന്നെക്കാൾ എത്രയോ ഇരട്ടി ദൈനംദിനം ഖുർആനും ഓതും. അപ്പോൾ ഈ മഹാന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹീത പൈതൃകം പാരമ്പര്യം അവിടെയും ഉണ്ടായി എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് തരട്ടെ. ആമീൻ. ഞാൻ ആദ്യം ഉസ്താദിനെ കാണുന്നത് നേരത്തെ പറഞ്ഞല്ലേ, തേനുമലയിൽ പാപ്പയുടെ സബ് ഓഫീസായിരുന്നു സാഹിബിൻ്റെ പള്ളിയിൽ, സബ് സ്റ്റേഷൻ. ഉപ്പാപ്പ അന്നവിടെ ദർസ് നടത്തുന്നില്ല. പക്ഷേ കോട്ടക്കലൊക്കെ വരുമ്പോൾ പള്ളിയിൽ വരും. ചിലപ്പോൾ അവിടെ അങ്ങനെ വിശ്രമിക്കും. ഒരിക്കൽ ശനിയാഴ്ച കോട്ടക്കൽ ചന്തക്ക് ഞാൻ ചെന്നപ്പോൾ പാപ്പാനെ കാണാൻ പോയി. അപ്പോൾ അവിടെ ഉസ്താദുണ്ട്. അങ്ങനെയാണത്. ഹൈദർസ് മുസ്ലിയാർ എന്നാണ് ഈ ഉസ്താദിൻ്റെ പേര്. ഇവിടെ അടുത്ത് തന്നെയാണ്, വാളക്കുളത്താണ് എന്നൊക്കെ ആരോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, വേറെ ആരോ പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണ് ഉസ്താദ് അന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ ശേഷം ഏതാനും കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വിദ്യാർത്ഥിയായി ഞാൻ ചെല്ലുന്നത്. അപ്പോൾ തേനുവലി പാപ്പാൻ്റെ പേരക്കുട്ടി എന്നുള്ളതൊക്കെ ഉസ്താദ് അന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. തിരുനാവായ സമ്മേളനത്തിലൂടെ അത് ഏർലി പീരീഡ്സിലുള്ളത് നടക്കുന്നത്. ആ സമ്മേളനത്തിലൂടെ എനിക്ക് പലരുമായി ബന്ധപ്പെടാൻ, സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളിലൂടെ ചിലപ്പോൾ അതിൻ്റെ സ്വാഗത സംഘ യോഗം ഉണ്ടാവും, ഉദാഹരണം, അല്ലെങ്കിൽ ഫൈനാൻസ് കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റി ഉണ്ടാവും. അത്തരം കമ്മിറ്റികളിലൊക്കെ അന്നത്തെ ഭേദപ്പെട്ട ആളുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരാണ് ഉണ്ടാകുക. അത്തരം ആൾക്കാരുമായി പരിചയപ്പെടാൻ കഴിഞ്ഞു. സാധാരണ ഒരു ദർസ് വിദ്യാർത്ഥിക്ക് ലഭിക്കാത്ത ഒരു സുവർണാവസരമാണ്. അതേപോലെ ഈ സമ്മേളന സേവാ സമിതിയുടെ സഞ്ചാരം വിവിധ മഹല്ലുകളിലൂടെ നടന്നപ്പോൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം സെക്രട്ടറിയാണ് എന്ന നിലക്ക് ജനങ്ങളുടെ കാഴ്ചപ്പാടുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ പരസ്പരം പരിചയപ്പെടാനുള്ളൊരവസരം, ഇതൊക്കെ ഉണ്ടായി. സമ്മേളനത്തിൻ്റെ പ്രചാരണ പരിപാടികളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ സേവാസമിതിയുടെ കീഴിലല്ലാതെ, സേവാസമിതിയിൽ അങ്ങനെ നടന്നു പോയിട്ട് അടുത്ത മഹല്ലുകളിൽ അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാമെന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തേങ്ങ, അരി ഇതൊക്കെ കളക്ട് ചെയ്യുക. സമ്മേളന പ്രചരണം എന്ന നിലക്ക് ഇന്ന് നമ്മൾ നടത്തുന്നത് പോലെയുള്ള സമ്മേളന പ്രചരണ പരിപാടി എന്ന് പറഞ്ഞ മാതിരിയുള്ള പരിപാടികളൊന്നും നടന്നിരുന്നു.
അവിടങ്ങളിൽ അതായത് ഏരിയകളിലുള്ള ആളുകൾ ഉയർന്ന ആളുകളിൽ പങ്കെടുക്കും. അത്തരം ആളുകളുമായി പങ്കെടുക്കാൻ പരിചയപ്പെടാൻ സൗകര്യപ്പെട്ടു. പിന്നെ സമ്മേളനത്തിൻ്റെ 3 ദിവസ സമ്മേളനം, ഒരു ദിവസം ജാമിയ നൂരിയ സമ്മേളനമായിരുന്നു. അതിൻ്റെ ബിരുദദാനം ഇങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ജാമ്യയിൽ ആ കൊല്ലം സമ്മേളനം നടത്താതെ തിരുനാവായ സമ്മേളനത്തിൽ ജാമിയ നൂരിയ സമ്മേളനം എന്ന പേരിൽ അവിടെ ബിരുദദാനം അതിൻ്റെ കൂട്ടത്തിൽ നടത്തി. അന്ന് ബിരുദം നേടിയവരാണ് മരിച്ചുപോയ ഇബ്രാഹിം പുത്തൂർ, ഇപ്പോൾ ഉള്ള AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ വടകര, ഉമർ ഫൈസി മുക്കം, അങ്ങനെ കുറേ സീനിയേഴ്സ്. അവർക്ക് അവിടെ VPM വില്യാപ്പള്ളി, അവർക്ക് അവിടെ സമ്മേളനത്തിലാണ് സനത് കൊടുത്തത്. ബിരുദദാന ചടങ്ങ് നിർവഹിക്കപ്പെട്ടു. പിന്നെ SOESൻ്റെ സമ്മേളനം, ആ സെക്ഷൻ്റെ സംഗമം, അങ്ങനെ ഓരോന്നും വെവ്വേറെയായിട്ട് തന്നെ നടന്നിരുന്നു. ഒരു 50 കൊല്ലത്തിൻ്റെ പഴക്കമുണ്ടാവുമെന്ന് മാത്രം. അന്നത്തെ പുരോഗതി, അന്നത്തെ വികസനങ്ങൾ, അന്നത്തെ സംവിധാനങ്ങളുടെ വൈപുല്യം, ഇതൊക്കെ അന്ന് ലഭ്യമായിട്ടുണ്ടാവുള്ളൂ. അന്ന് എടക്കുളം ജുമുഅത്ത് പള്ളിയിൽ നിന്ന് തിരുനാവായ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് ബസ്സിന് പോയാൽ 10 പൈസയാണ് ബസ് ടിക്കറ്റ്. പള്ളീൻ്റെ മുന്നിൽ കയറിയാലും അല്ലെങ്കിൽ അല്പം താഴോട്ട് ഇറങ്ങി വന്നാലാണ് അങ്ങാടിയിൽ നിന്ന് കയറിയാലും. ഈ സമ്മേളനം നടക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ പേര് താഴത്തറ എന്നാണ്. താഴത്തറ ഇറങ്ങിയാൽ 10 പൈസ കൊടുത്താൽ മതി. 10 പൈസ അന്നൊരു സംഖ്യയാണ്. ഏതാണെങ്കിലും അന്നത്തെ അവസ്ഥ അതാണെന്ന് പറയാം. അത്യാവശ്യത്തിന് സമ്മേളനത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ സമ്മേളന സ്ഥലത്തേക്ക് പോകാനും വരാനൊക്കെ സൗകര്യമായിരുന്നു. ബസ്സുകൾ, കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ബസ്സുകൾ, പുത്തനത്താണിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് അതിൽ പോകണം. ബസ്സിന് കയറിയാൽ അതിൻ്റെ അടിയിൽ ജംഗ്ഷൻ കഴിഞ്ഞ് പോയാലും അവിടെ ആ സ്ഥലത്ത് ഇറങ്ങാൻ കഴിയും. സമ്മേളനത്തിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് തിരുനാവായ എന്ന് പറഞ്ഞാൽ എടക്കുളം എന്നാണ് അന്ന് അങ്ങാടിക്ക് പറയാം. പോസ്റ്റ് ഓഫീസും അങ്ങനെ തന്നെ. ബഹാവുദ്ദീൻ കൂരിയാട് തിരുനാവായ എന്ന് എഴുതിയിട്ട് കത്ത് പോസ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടും. പള്ളീൻ്റെ പേരൊന്നും എഴുതേണ്ടതില്ല. അങ്ങനെ നമ്മളവിടെ ദർസൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് തിരുനാവായ എന്നാക്കി മാറ്റി, റെയിൽവേ സ്റ്റേഷൻ്റെ പേര് തിരുനാവായ എന്നാക്കി മാറ്റി. അതിന് മുമ്പ് എടക്കുളം. അന്ന് എടക്കുളമായതുകൊണ്ട് വഴി എഴുതണം. കാരണം എടക്കുളം എന്ന് പറഞ്ഞ സ്ഥലം കൊയിലാണ്ടി അടുത്തുണ്ട്. ചിലപ്പോൾ കത്ത് അങ്ങോട്ട് പോകും. കൃത്യമായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് പേര് എടക്കുളം എന്നായിരുന്നു എന്ന് പറയാം. പള്ളിക്ക് എപ്പോഴും എടക്കുളം പള്ളി എന്ന് തന്നെയാണ് പറയാം. മഹലിനും എടക്കുളം മഹലിൽ എന്ന് തന്നെ പറയാം. അങ്ങാടി തിരുനാവായ, പോസ്റ്റ് ഓഫീസ് തിരുനാവായ, അങ്ങനെയാണ് അന്നത്തെ അവസ്ഥ. അപ്പോൾ അന്നത്തെ ആ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വിപുലമായി സമ്മേളന വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആളുകളൊക്കെ സ്വയം തൽപരരായി ശാരീരിക മാൻ പവർ സംഭാവന ചെയ്തുകൊണ്ട് സമ്മേളനത്തിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾ നടന്നു. സമസ്തയുടെ കീഴിൽ അഥവാ വിദ്യാഭ്യാസ ബോർഡാണ് ഫണ്ട് ചെയ്യണത്. എന്നാലും ഈ സമ്മേളന സേവാ സമിതി മഹല്ലത്തുകളിൽ പോയി കുറേ ഈ ഭക്ഷണ സാധനങ്ങളും മറ്റും കളക്ട് ചെയ്യുകയും ജനങ്ങളുടെ ഈ മാൻ പവർ സമ്മേളന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിർദ്ദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആൾക്കാരെ സന്നദ്ധരായി വന്നു. രാഖുരാമാന വെള്ളം കയറി വന്നപ്പോൾ സമ്മേളനം അങ്ങോട്ട് മാറ്റാനൊക്കെ സഹായകമായത് അതാണ്. പരിസരത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ സമ്മേളന സേവാ സമിതിയുടെ സംഗമങ്ങളിലൂടെ ജനങ്ങളതിന് പാകപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ഉസ്താദ് അവர்களுം നേരത്തെ പറഞ്ഞ 2-3 പണ്ഡിതന്മാരൊക്കെ മുൻകൈ എടുത്ത് സമ്മേളനം വിജയകരമായത്. ഈ എടക്കുളത്തുണ്ടായിരുന്ന ഖാദി എന്ന് പറഞ്ഞാൽ മൂപ്പര് തൃക്കരിപ്പൂർക്കാരനാണ് ഒറിജിനലി. അദ്ദേഹം ജ്യേഷ്ഠനും തിരൂർ പരിസരത്തേക്ക് കിതാബോധം വന്നിട്ട് പിന്നെ അവിടെ താമസാക്കിയതാണ്. കിതാബോധം വന്ന് അന്ന് 25, 27, 28, 30 വയസ്സ് വരെയൊക്കെ കിതാബ് പോകും. അപ്പോൾ അങ്ങനെ രണ്ടാളും അവിടുന്ന് പെണ്ണെട്ടി അങ്ങനെ അവിടെ താമസാക്കിയത്. അബൂബക്കറാജി എടക്കുളത്ത് താമസാക്കി. എടക്കുളത്ത് ഖാദിയുമായി. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തിരൂരിൽ ഖാദിയായി, തിരൂർ മുദരിസുമായിരുന്നു. അദ്ദേഹം മരിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അബൂബക്കറാജി തിരൂർ കോരങ്ങത്ത് പള്ളിയിൽ മുദരിസായി ചാർജ് ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ദർസിലുണ്ടായിരുന്ന സഹപാഠികളിൽ ഒരാൾ നേരത്തെ പറഞ്ഞ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വേറെ പുലാമന്തോള്, ചെമ്മലശ്ശേരി ആ ഭാഗത്തുള്ള 2-3 ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു എന്നാണ് നമ്മളെ അറിവ്. ഒരു ആളൊഴികെ. വല്ലപ്പുഴൻ്റെ അടുത്തുള്ള മാട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മൊയ്‌ലി മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അടുത്ത് എന്തെങ്കിലും വഴി ഉണ്ടാകുമ്പോൾ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതാണ് ഈ വിവരം. പിന്നെ ഒരു ഹസൻ അന്ന് എടക്കുളത്ത് ദർസ് പഠിച്ചിരുന്നു. അയാൾ മാണൂരുകാരനാണ്. മാണൂര് ജുമുഅത്ത് പള്ളിയുടെ ചുറ്റിപ്പുറം കഴിഞ്ഞിട്ടുള്ള മാണൂർ ജുമുഅത്ത് പള്ളിയുടെ നേരെ എതിർ ഭാഗത്ത് ആണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ കുറ്റിയലിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ പേര് ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ട ആൾ. നമ്മളെ സ്ഥാപനത്തിൻ്റെ സഹസ്ഥാപനം ഉണ്ടല്ലോ അവിടെ ചിലപ്പോൾ വരാറുണ്ട് ഹസൻ. പിന്നെ അത് ഏകദേശം നമ്മളെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരാണത്. പിന്നെ അതിൻ്റെ താഴെ അങ്ങനെ ഓർമ്മയിലില്ല. എറണാകുളത്തുകാരൻ ഒരാളുണ്ടായിരുന്നു, PB കുഞ്ഞു മുഹമ്മദ്. അയാളെപ്പറ്റി ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അന്വേഷിക്കലുണ്ട്. അങ്ങനെ അന്ന് ദർസിൽ ഏകദേശം ഒരു 10-20 വിദ്യാർത്ഥികളുണ്ട്. ചെറിയ വിദ്യാർത്ഥികൾ മുതൽ ജാമ്യയിലേക്കും മറ്റൊക്കെ പോകുന്ന സ്റ്റാറ്റസിലുള്ള വിദ്യാർത്ഥികൾ വരെയുള്ളവരുണ്ടായിരുന്നു.
ഊരകത്ത് ഉസ്താദ് ദർസ് അവസാനിപ്പിക്കുന്ന കാലത്താണ്, അതോ 1969 ഓർഗനൈസറായി പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അക്കാദമിക്കൽ ഇയറിൽ ഊരകത്ത് പഠിച്ചിരുന്നവരിൽ പെട്ടതാണ് നമ്മളെ പി പി മുഹമ്മദ് ഫൈലി കുറ്റാളൂർ. പിന്നെ പരപ്പനങ്ങാടിയിലുള്ളൊരു എംപിച്ചി കോയത്തങ്ങളുണ്ടായിരുന്നു. ഊരകത്തുള്ളൊരു അബ്ദുൽ കരീം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും ഉസ്താദിൻ്റെ ശിഷ്യന്മാർ എന്നുള്ളവർക്ക് ബന്ധപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് പി ഞങ്ങളുടെ കൂടെ തന്നെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. അബ്ദുൽ കരീമും അബ്ദുൽ അസീസും ഒക്കെ സൗദിക്ക് പോയി. തങ്ങളും വേറെ ഏതോ ഗൾഫ് രാജ്യത്ത് പോയിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവർ എന്നാണ് പി ഒഴിച്ച്. പിന്നെ മമ്പുറത്ത് ഉണ്ടായിരുന്ന ഖത്തർ അബ്ദുൽ മജീദ് ഹുദവിയുടെ ബാപ്പ ആമു ഹാജി അഹമ്മദ് ഹാജി, അദ്ദേഹം ഊരകത്ത് ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച ആളാണ്. ഫരീദ് മുസ്ലിയാർ ആ കാലത്ത് ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച ആളാണ്. ഊരകത്ത് പന്മള. സമസ്തയുടെ മുഖപത്രം എന്ന പേരിൽ നേരത്തെ ആദ്യം അറിയപ്പെട്ടിരുന്ന സുന്നി ടൈംസ്, 64 സുന്നി ടൈംസ് പേര് വെക്കപ്പെട്ടപ്പോൾ ചില ആളുകൾക്ക് ആ ടൈംസിൻ്റെ മാന മനസ്സിലായിട്ട് ഇങ്ങനെ പരിഹാസാത്മകമായി പ്രതികരിച്ചിരുന്നു. സുന്നി ടൈംസ്. അങ്ങനെ യൂറോപ്പിൽ ഒരുപാട് പത്രങ്ങളുണ്ട്. ടൈംസ് എന്ന വാർത്തകൾ നിർത്തവും. അപ്പോൾ ആ പേരിലാണ്, സുന്നി ടൈംസ് ഉള്ള പേരിലാണ് 1964 പത്രം തുടങ്ങുന്നത്. പത്രം നമ്മൾ ദർശനമൊക്കെ വരും. നമ്മളതിൻ്റെ പാരായകന്മാരിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ 1969 ഞാൻ ആദ്യമായി സുന്നി ടൈംസിൽ ലേഖനം എഴുതുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ പിന്നെ എഴുതാൻ തുടങ്ങി. പിന്നീട് പലപ്പോഴും ഒന്നിലധികം ലേഖനങ്ങൾ, എൻ്റെ ലേഖനങ്ങളെ ടൈംസിൽ പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു, വ്യത്യസ്ത പേരുകളിൽ. ഒന്നിൻ്റെ പേര് എഴുതും ബഹാവുദ്ദീൻ കൂരിയാട് എന്ന്, വേറൊന്ന് BJ എടക്കുളം എന്നുള്ള പേരിൽ എഴുതിയിരുന്നു. ബഹാവുദ്ദീൻ ജുമാ മസ്ജിദ് എടക്കുളം എന്നർത്ഥം. BJ എന്നാണ്, BJP എന്നില്ല, BJ. പിന്നെ അതുപോലെ വേറെ ഓരോ തൂലികാനാമങ്ങളൊക്കെ സ്വീകരിച്ച് എഴുതിയിരുന്നു. കാരണം അന്ന് എഴുത്തുകാർ അധികമില്ല. പത്രത്തിലാണെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് ലേഖനങ്ങൾ കിട്ടും വേണം. അന്നത്തെ മാനേജറും മാനേജിങ് എഡിറ്ററൊക്കെ ആയിരുന്ന ഒരാൾ TM കുഞ്ഞിമൂസ സാഹിബായിരുന്നു. TM വടകര സ്വദേശിയായിരുന്നു അദ്ദേഹം എനിക്ക് വളരെ പ്രോത്സാഹനങ്ങൾ തന്നിട്ടുണ്ട് എഴുതാൻ. ഒരിക്കൽ ഞാൻ എന്നപ്പോൾ ഇപ്രാവശ്യം മുഖപ്രസംഗം എഴുതിയിട്ടില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് എഴുതി തരണം എന്ന് പറഞ്ഞു അദ്ദേഹം. അത് എഴുതി കൊടുത്തു. പിന്നെ ലേഖനങ്ങൾ കിട്ടാതായാൽ നമ്മളെ വിവരം അറിയിക്കും. ഒരു ലേഖനം 2 ലേഖനം വേണം, 3 ലേഖനം വേണം എന്നൊക്കെ എഴുതി കൊടുത്താൽ വ്യത്യസ്ത പേരുകളിൽ പ്രസിദ്ധീകരിക്കും. അങ്ങനെ സുന്നി ടൈംസ് അങ്ങനെ കുറേ കൊല്ലം നടന്നതിൻ്റെ ശേഷമാണ് പിന്നെ ചില സാങ്കേതിക പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സുന്നി ടൈംസ് മാറ്റി സുന്നി വോയിസ് തൽസ്ഥാനത്ത് വന്നത്. ആ സുന്നി വോയിസ് ഒന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യകാലങ്ങൾക്ക് എഴുതുന്ന, പിന്നെ ഇപ്പോൾ എഴുതാൻ സമയമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പല എഴുത്തുകളും തുടരാൻ കഴിയാത്ത അവസ്ഥ. ഈ 17ാം റൂം നിവാസികൾ അന്ന് താരതമ്യേന VIP എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ആളുകളുടെ ആവാസ കേന്ദ്രമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ വലിയ പെട്ടിയും പിന്നെ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളും ഞങ്ങൾ 3 പേരെയും വഹിച്ചുകൊണ്ടാണ് ടാക്സി പെരിന്തൽമണ്ണയിൽ ചുങ്കത്ത് ജാമ്യാനൂരിയൻ്റെ ക്യാമ്പസിലേക്ക് കടക്കുന്നത്. പരീക്ഷണാർത്ഥം ഒരു 5ാം ക്ലാസ് തുടങ്ങി. എന്നാൽ 6ാം ക്ലാസ്സിന് നേരെ താഴെയുള്ള ക്ലാസ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്നു. ആ ക്ലാസ് മൂന്നിയൂർ ഹംസ ഫൈസി, മൂർക്കനാട് ഹംസ ഫൈസി. പിന്നീട് ആ ക്ലാസ് എടുത്തു കളയും ചെയ്തു. പരീക്ഷണാർത്ഥം തുടങ്ങിയതായിരുന്നു.